ഞാൻ എൻ്റെ ഇതിൽ തോറ്റം പാട്ടെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പൊട്ടന്തെയ്യത്തിൻ്റെ തോറ്റമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കും പലരും പല കലാകാരന്മാരും അത് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ഇപ്പം ഗൗരി മറ്റ് കഥകളി മ്യൂസിക് എടുത്തിട്ട് അജിതാഹര എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും പല ഫോംസ് ഓഫ് എക്സ്പ്രഷനിൽ വരുന്നു. ഞാനത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മളെ ഇപ്പം ഏത് ആർട്ട് ഫോം ആയാലും എഴുത്തായാലും ഒക്കെ അതിന് നിരന്തരമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എന്നാലേ ഹിസ്റ്ററി ക്യാരി ഓവർ ചെയ്യപ്പെടുള്ളൂ. ഒരു സ്ഥലത്ത് ചരിത്രത്തിനെ തുടച്ചു മാറ്റുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഹിസ്റ്ററി വീണ്ടും വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടതും ആൾക്കാരിലേക്ക് എത്തേണ്ടതും ഭയങ്കര ഒരു ആവശ്യമാണ്. ഒരു സർവൈവലിൻ്റെയും ഒരു അവയർനെസ്സിൻ്റെയും ഒക്കെ ആവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഇത് ഈ ഒരു പഴയ ആർട്ട് ഫോമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമിൻ്റെയോ ഒക്കെ സാധനങ്ങൾ നമ്മൾ വീണ്ടും എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു ട്രാൻസ്ലേഷനാണ് നടക്കുന്നത്. ആ ട്രാൻസ്ലേഷന് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ചിലത് ചേർന്ന് പോകാൻ പറ്റും, ചേർന്ന് പോകാൻ പറ്റില്ല. ബട്ട് ആ ട്രാൻസ്ലേഷൻ ചെയ്യാതിരിക്കൽ നിവൃത്തിയുള്ള കാര്യമല്ല, അത് നടന്നുകൊണ്ടേയിരിക്കും. അത് പ്രത്യേകിച്ച് നമ്മളൊരു ഫോം എടുക്കുമ്പോഴത്തേക്ക് അതിനെ അതുപോലെ അങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്യല്ല ചെയ്യണം. അതൊരു പുതിയ കാലത്തിന്റെ ഇതിലേക്ക് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പൊ തോറ്റമ്പാട്ട് തെയ്യം നടക്കുന്ന സ്ഥലത്ത് ചെയ്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു വാക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതെ അതെ. പക്ഷെ അത് നമ്മളൊരു വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ആ വാക്കുകൾ എന്തുകൊണ്ടാണ് ആ തോറ്റം ഞാൻ എടുത്ത് പാടുന്നത്, ഞാൻ ഐ വാസ് ഫാസിനേറ്റഡ് ബൈ ദ ലിറിക്സ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ്, ആശയം, ഐഡിയോളജി ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു വാക്കുകളിലൂടെ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടി ഉണ്ടാവും. ഇതൊരു പൊട്ടന്തെയ്യത്തിൻ്റെ തോറ്റാണ്, എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത്. ഒറിജിനലി ഉള്ള സാധനത്ത് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ദേ വിൽ ഗോ ബാക്ക്, അതിലേക്ക് പോവും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും, അതിനെക്കുറിച്ച് കൂടുതൽ അറിയും എന്താണെന്നുള്ളത്. അപ്പോൾ അതൊരു ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ. ഇപ്പോൾ പഴയ ലിപികളിൽ എഴുതിയിരുന്ന പല ടെക്സ്റ്റുകളും അതേ ലിപികളിൽ അവിടെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ലിപി നമുക്ക് പിന്നീടുള്ള തലമുറയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല. അത് റീറൈറ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ റീലുകൾ ഉണ്ടായതിന് ശേഷം വന്നിട്ടുള്ള റിലീസ് ചെയ്തതിന് ശേഷം ഈ റീലുകൾ ഇത്രയും പോപ്പുലർ ആയതിനു ശേഷം റിലീസ് ചെയ്തിട്ടുള്ള പൊന്മാനിലെ പാട്ട് മാത്രമായിരുന്നു. മറ്റേ ഉറുമിയായാലും ബാച്ചിലർ പാട്ടിയായാലും ജാപ്പാ കുരിശായാലും മാറ്റിനി അതിൻ്റെയൊക്കെ ഒരു വലിയ കാലഘട്ടത്തിലൊന്നും റീലുകളില്ലായിരുന്നു. അപ്പം ഒരു പക്ഷെ റീലുകളുള്ള കാലത്തിലാണെങ്കിൽ ഇപ്പം ആ പാട്ടുകളൊക്കെ ഒന്നുകൂടെ കേട്ടേനെ എന്ന് നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പം തീർച്ചയായിട്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് അതിനൊരു റോൾ ഉണ്ടെന്ന് തന്നെയാണ് പറയാം.